നമസ്കാരം. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മേയർ ഒരു ബസ് കണ്ടക്ടറിനോട് ആക്രോശിക്കുന്ന തരത്തിലുള്ള ഒരു വീഡിയോ നിലവിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം KSRTC ഡ്രൈവറിന്റെ ഡ്രൈവിംഗ് മോശമാണ്, അല്ലെങ്കിൽ അത് അപകടകരമായിട്ടുള്ള രീതിയിൽ വാഹനം ഓട്ടിച്ചു. പിന്നെ പുള്ളി സൈഡ് കൊടുത്തില്ല, തോന്നിയ പോലെയാണ് പുള്ളി റോഡിൽ കൂടെ വണ്ടി ഓടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് മേയറിന്റെ കാറ് ക്രോസ് ചെയ്തിട്ട്, ഒരു പോയത് പേഴ്സണൽ കാറാണ്, ക്രോസ് ചെയ്തിട്ട് രണ്ടുപേരും തമ്മിൽ നല്ല രീതിയിലുള്ള വാക്കേറ്റം ഉണ്ടായിരുന്നു. MLA-യും നമ്മുടെ ആര്യ രാജേന്ദ്രൻ, അവർ രണ്ടുപേരും, തിരുവനന്തപുരം മേയർ, ഇവരെ കൂടിയിട്ട് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര രീതിയിലുള്ള സംസാര വിഷയം നിലവിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. പുള്ളിക്ക് അറിയില്ലായിരുന്നു, ഡ്രൈവറിന് അറിയില്ലായിരുന്നു ഇത് നിൽക്കുന്നത് തിരുവനന്തപുരം മേയറാണോ എന്താണെന്നുള്ള കാര്യമൊക്കെ. പിന്നെ മേയർ പറഞ്ഞ കാര്യം, ഈ അശ്ലീല ആംഗ്യം കാണിച്ചു, അല്ലെങ്കിൽ പറയാൻ പറ്റാത്ത കാര്യങ്ങൾ, കുറേ കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ മേയർ പറയുന്നുണ്ടായിരുന്നത്. ആ മേയർ പറഞ്ഞതിൽ അതിൽ കുറേ യാത്രക്കാർ നിലവിലുണ്ട്. യാത്രക്കാരുടെ അടുത്തുള്ള ദൃശ്യങ്ങളടക്കം ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മേയർ പറയുന്നതായിട്ട് അവിടുത്തെ ഉള്ളവരെല്ലാം നിലവിൽ പറഞ്ഞു. ഇതിപ്പോൾ ആരുടെ ഭാഗത്താണ് തെറ്റ്, അല്ലെങ്കിൽ ഡ്രൈവറിൻ്റെ ഭാഗത്താണോ, ഡ്രൈവർ അങ്ങനെയാണോ വാഹനം ഓട്ടിച്ചത്, അല്ലെങ്കിൽ മേയർ പറയുന്നതാണോ വാസ്തവം, ഇതൊന്നും നമുക്ക് നിലവിൽ അറിയണമെങ്കിൽ അതിൻ്റെ CCTV കാര്യങ്ങളെല്ലാം നമുക്ക് അവൈലബിൾ ആവണം. എവിടെ തൊട്ടാണ് ഈ പ്രശ്നം തുടങ്ങിയത്, എന്തുകൊണ്ടാണ് ക്രോസ് ചെയ്ത് നിലവിൽ വാഹനം വിട്ട് യാത്രാ തടസ്സമൊക്കെ ഉണ്ടാക്കിയതെന്നുള്ളതല്ല. ഇതിപ്പോൾ തെറ്റായതിൻ്റെ ഭാഗത്താണെങ്കിൽ ശിക്ഷ അനുഭവിക്കുന്നത് തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. അതിപ്പോൾ KSRTC ഡ്രൈവർ ആയാലും നമ്മുടെ മേയർ ആയാലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കണം. കാരണം ഒരു തെറ്റും ചെയ്യാത്ത ഒരാളിനെ റോഡ് ബ്ലോക്ക് ചെയ്ത് കുറുകെ കൊണ്ടിട്ട് നിലവിൽ ആ ഒരു മൊത്തത്തിലുള്ളൊരു യാത്രാക്ലേശം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ച ആര്യ രാജേന്ദ്രൻ ആയാലും, പിന്നെ ഇതിന് പുറമെ അത് നിയമലംഘനം നടത്തിയിട്ടുള്ള ഒരു ഡ്രൈവിങ്ങും, പിന്നെ അശ്രദ്ധമായിട്ടുള്ള ഡ്രൈവിംഗ് രീതിയും, അപകടകരം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഡ്രൈവിംഗ് രീതി നടത്തിയ ആ ഒരു ഡ്രൈവറിനായാലും ശിക്ഷ കിട്ടണം എന്നുള്ളത് തന്നെയാണ് എൻ്റെയും പേഴ്സണലായിട്ടുള്ള എല്ലാവരുടെയും അഭിപ്രായം തന്നെയാണ്. അപ്പോൾ നമ്മുടെ മേയർ പറയുന്ന കുറച്ച് വാക്കുകൾ ഇങ്ങനെയുണ്ട്. അല്ല, ബസ്സിന് കുറുകെ അല്ല കാർ കിടക്കുന്നത്, അത് സിഗ്നലാണ്. സിഗ്നലിൽ ആ ബസ്സിന് മുന്നിലേക്ക് വാഹനം പാർക്ക് ചെയ്യുകയും ഞങ്ങൾ ഇറങ്ങിയതിനു ശേഷം വാഹനം മാറ്റിയിടുകയുമാണ് ചെയ്തത്. പോലീസ് വന്നതിന് ശേഷമാണ് ബസ് മാറ്റിയിട്ട് ഡ്രൈവറെ ഇറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. വാഹനം തടഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ആ വാഹനത്തെ ചേസ് ചെയ്യുകയും വാഹനം ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിന് മുന്നിലെത്തി ബലാത്കാരമായി അതിനെ തടഞ്ഞു വെക്കുമ്പോഴാണ് അത് തടഞ്ഞതാകുന്നത്. 100% ഉറപ്പ് പറയാം. അദ്ദേഹം തന്നെ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, ഈ നിങ്ങൾ മാധ്യമ പ്രവർത്തകരോട് അദ്ദേഹം തന്നെ പറയുന്നു, സാബല്യത്തിന് മുന്നിൽ റെഡ് സിഗ്നൽ ഉള്ള ാണ് അവർ സംസാരിക്കാൻ വേണ്ടി വരുന്നത് എന്ന് പറയുന്നു. അദ്ദേഹത്തിന്റെ ബസ് ബാക്കിൽ കിടക്കുമ്പോൾ ഞങ്ങൾ ഫ്രണ്ടിൽ വണ്ടി നിർത്തി വാഹനത്തിൽ നിന്നിറങ്ങി വാഹനം മാറ്റിയിടുകയും അദ്ദേഹത്തോട് സംസാരിക്കുകയുമാണ് ചെയ്തത്. അല്ല, കുറുകെ കിടക്കുന്ന അതെനിക്കറിയില്ല. ഞാൻ വാഹനം അല്ല ബസ്സിന് മുന്നിൽ നിർത്തിയാണ് ഇറങ്ങിയത്. ബസ്സിന് മുന്നിൽ നിർത്തിയാണ് വാഹനത്തിൽ നിന്നിറങ്ങിയത്. ഇതാണ് ഇപ്പോൾ നിലവിലുണ്ടായത്. കാരണം അവർ സൈഡ് കൊടുത്തില്ല എന്ന എന്തൊരു ഫംഗ്ഷന് മേയർ കുടുംബവും കൂടി പോയിട്ട് വരുന്ന സമയത്ത് സൈഡ് കൊടുത്തില്ല, അപകടകരമായിട്ടുള്ള വാഹനം ഓട്ടിച്ചു എന്ന് പറഞ്ഞിട്ടാണ് നിലവിൽ ആര്യ രാജേന്ദ്രൻ അവിടെ കിടന്നിട്ട് പ്രശ്നമൊക്കെ നിലവിലുണ്ടാക്കിയത്. ആ സോഷ്യൽ മീഡിയ രണ്ടായിട്ടെടുത്ത്. കാരണം ഈ പറഞ്ഞ ഡ്രൈവർ ദിവസവേതന അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. 750 രൂപ കൂലിയാണ്, പുള്ളിൻ്റെ കുടുംബത്തിൻ്റെ നെടുന്തൂണാണത്. പക്ഷേ മേയർ പറയുന്നത് ഇതിനു മുമ്പും പുള്ളിക്ക് ഇതേപോലെയുള്ള ഒരു നിയമലംഘനങ്ങളും കാര്യങ്ങളും നടത്തിയതിൻ്റെ എല്ലാം പോലീസ് കേസും കമൻസും കാര്യങ്ങളെല്ലാം സമൻസ് എല്ലാം നിലവിൽ വന്നിട്ടുണ്ട് എന്നാണ് ആര്യ രാജേന്ദ്രൻ പറയുന്നത്. പക്ഷേ ഇതിനെല്ലാം കേട്ടുകൊണ്ട് നമ്മുടെ ഗതാഗത വകുപ്പ് നമ്മുടെ മന്ത്രി ഗണേഷ് കുമാർ പുള്ളി പറയുന്നത്, ആര്യ രാജേന്ദ്രൻ്റെയും കുറച്ച് MLA-മാരുടെയും ഇതൊന്നും കേട്ടിട്ട് ഒരാളിനെ സസ്പെൻഡ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് റിപ്പോർട്ട് വരട്ടെ എന്നാണ് പറഞ്ഞത് ഗണേഷ് കുമാർ പറയുന്നത്. പക്ഷേ പുള്ളിനെ ഇനി ജോലിയിൽ പ്രവേശിക്കേണ്ട എന്ന് KSRTC-യിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞു എന്ന് യദു പറയുന്നുണ്ട്. അപ്പോൾ യദു പറയുന്ന കുറച്ച് കാര്യങ്ങൾ, വാഹനത്തിന് താഴെ ഇറങ്ങാൻ പറഞ്ഞിട്ട് പോലും ഡോർ വലിച്ചു തുറന്ന് താഴെ ഇറങ്ങാൻ പറഞ്ഞ് ഞങ്ങൾക്ക് ആ വീഡിയോയിൽ കാണാം. ഡോർ വലിച്ചിറങ്ങി താഴെ ഇറങ്ങാനാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ ഇറങ്ങിയില്ല. നമ്മുടെ നിയമപ്രകാരം, നമ്മൾ KSRTC നിയമപ്രകാരം അനുസരിച്ചാണ് ഞാൻ വണ്ടി ഓടിക്കുന്നതും. അവർ പറയുന്ന നിയമത്തിന്റെ വിട്ട് ഞാൻ ചെയ്യുകയില്ല. ഞാൻ പറഞ്ഞു, പോലീസ് വന്നല്ലാതെ ഞാൻ ഈ വണ്ടിയുടെ താഴെ ഇറങ്ങില്ലെന്ന്. കയർത്ത് സംസാരിക്കുന്നുണ്ട് ആ ദൃശ്യങ്ങളിൽ, കയർത്ത് സംസാരിക്കുന്നുണ്ട് യദുവും. യദു കയർത്ത് സംസാരിക്കും. എൻ്റെ അടുത്ത് അവർ കയർത്ത് സംസാരിച്ചിട്ടാണ് ഞാനും സംസാരിക്കുന്നത്. അവർ മേയറാണെന്ന് ഞാൻ അറിയുന്നില്ല. അവർ പറയുന്നുണ്ടല്ലോ, ഞാൻ മേയറാണ്, ഇത് MLA ആണെന്നൊക്കെ പറയുന്നുണ്ട്. അത് കൂടെ വന്നവർ പിന്നീടല്ലേ പറയുന്നേ. ആദ്യം കയർത്ത് സംസാരിച്ച് കൂടെ വന്ന ആരുമല്ല, ആ ഒരു ആട്ടോക്കാരനാണ് മേയർ എന്ന് എനിക്ക് പറഞ്ഞു തന്നത്. അപ്പോഴാണ് ഞാൻ അറിയുന്നത്.
ഇതാണ് അവിടെ എന്താ പറയുക പുള്ളിക്കിൻ്റെ കാരണം ഒരു വണ്ടി ഓവർടേക്ക് ചെയ്ത ഒരു അശ്രദ്ധമായിട്ട് വണ്ടി ഓടിക്കുന്ന കൊണ്ട് ഒരാൾ വന്ന് പെട്ടെന്ന് വന്നിട്ട് ഇങ്ങനെയല്ല അങ്ങനെ പറയുമ്പോൾ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് നമുക്ക് ഡെയിലി കാണുന്ന ഒരു മുഖപരിചയമായിട്ടുള്ള ഒരാളാണെങ്കിൽ നമുക്ക് മനസ്സിലാകാൻ പറ്റും. പക്ഷെ പെട്ടെന്ന് ഒരാൾ വന്നതുകൊണ്ട് ചിലപ്പോൾ പുള്ളിക്ക് അതും എന്താ പറയുക ഒരു ഫംഗ്ഷന് പോയിട്ട് വരികയാണ്. അപ്പോൾ അതിൻ്റെതായ കോസ്റ്റ്യൂംസ് അതുകൊണ്ട് അറിയാത്തതായിരിക്കാം ചിലപ്പോൾ. അതുകൊണ്ട് തന്നെയാണ്. പക്ഷേ ഇതിപ്പോൾ നിലവിൽ യദു കൊടുക്കുന്ന ഇൻ്റർവ്യൂകളിൽ മൊത്തം യദുവിൻ്റെ ഭാഗം ശരിയാണ്, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പുള്ളി ആര്യ രാജേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു മദ്യവെച്ചിട്ടാണ് ലഹരി ഉപയോഗിച്ചിട്ടാണ് വണ്ടി ഓടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അത് എന്ത് തന്നെ ആയാലും ആര് തന്നെ കുറ്റം ചെയ്താലും അത് ശിക്ഷ അനുഭവിക്കേണ്ട കുറ്റം തന്നെയാണ്. പക്ഷേ ഇതിൽ മെയിനായിട്ടുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യാത്രക്കാരിൽ ഒരാൾ പോലും ഈ ഡ്രൈവറിനെതിരെ അല്ലെങ്കിൽ ഡ്രൈവറിനെതിരെ പരാതി കൊടുക്കാൻ തന്നില്ല ആ ഒരു സമയത്ത് എന്നുള്ളതാണ്. വേറൊന്നുമല്ല, ഇത്രയും അശ്രദ്ധമായ ലക്ഷ്യമായിട്ട് വണ്ടി ഓടിച്ചു എന്ന് ആര്യ രാജേന്ദ്രൻ പറയുമ്പോൾ അതിൽ നിൽക്കുന്ന ഒരാളെങ്കിലും ഇതിനെ അനുകൂലിച്ചുകൊണ്ട് പറയുന്നില്ല. ഞങ്ങളും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഇവൻ്റെ പോക്ക് ഇങ്ങനെയാണ്, ഞങ്ങൾ പറയാൻ നിൽക്കായിരുന്നു എന്നുള്ള കാര്യം ഇവരാരും പറയുന്നില്ല. അതാണ് അവിടെ ഒരു പോയിന്റ്. അതാണ് മന്ത്രി ഗണേഷ് കുമാറും പറഞ്ഞത് അങ്ങനെയാണ്. അവരാരും പ്രതികരിച്ചില്ല, റിപ്പോർട്ട് വരട്ടെ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ആര് തെറ്റ് ചെയ്താലും, ഇപ്പോൾ ഈ പറഞ്ഞ ബസ് ഡ്രൈവറുമായാലും ഒരാവശ്യമില്ലാതെ മേയർ വന്ന് കുറുക്കെ വന്ന് നിർത്തിയിട്ട് വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിച്ചതായാലും സൈഡ് കൊടുത്തില്ല എന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കാനായാലും തെറ്റ് ആരിൻ്റെ ഭാഗത്താണോ അവർ ശിക്ഷ അനുഭവിക്കുകയാണ് ചെയ്യണം. കാരണം ഇത്രയും പേരിനെ യാത്രക്കാരനെ അവൻ്റെ ജീവൻ വെച്ച് കളിക്കുന്ന ഇങ്ങനെയുള്ള ഡ്രൈവർമാരുണ്ടെങ്കിൽ അവൻ്റെ ജീവൻ്റെ ആര് വില പറയും അല്ലെങ്കിൽ ആര് ഉത്തരവാദിത്വം പറയും? അതൊരു വശം. അത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ശിക്ഷ കൺഫേം ആയിട്ട് കിട്ടണം. അല്ലാതെ ഇത് എല്ലാവരുടെയും ഒരു യാത്ര തടസ്സം ഉണ്ടാക്കി ഒരു റോഡിൽ ബ്ലോക്കൊക്കെ ഉണ്ടാക്കിയതിന് ഈ പറഞ്ഞ ആര്യ രാജേന്ദ്രൻ്റെ പക്ഷത്ത് ശരിയില്ല, തെറ്റാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരിയും അതിനനുസരിച്ച് നിയമ നടപടികൾ സ്വീകരിക്കേണ്ട ഒരു ബാധ്യസ്ഥത പുള്ളിക്കുമുണ്ട്. അതുതന്നെയാണ് ഇപ്പോൾ 100-ൽ ഒരാൾ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ KSRTC ഡ്രൈവറിൻ്റെ ഇപ്പോൾ അറിയാലോ, മന്ത്രി ഗണേഷ് കുമാർ എന്ന് പറഞ്ഞ ആൾ ചില്ലറക്കാരനൊന്നുമല്ല. എന്ത് കണ്ടാലും തെറ്റ് കണ്ടാലും പുള്ളി ഇടപെടുന്ന ഒരു തന്നെയാണ്. അപ്പം തന്നെയുള്ള ഇതന്നെയാണ്, സ്പോട്ട് ആക്ഷൻ തന്നെയാണ്. അപ്പോൾ അതും ഇതിലുണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം റിപ്പോർട്ട് വരട്ടെ എന്നാണ് പറയുന്നത്. കാരണം അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്ഥിരം ആളല്ല, ഒരു കോൺട്രാക്ട് ബേസിൽ നിൽക്കുന്ന ഒരു താൽക്കാലിക ജീവനക്കാരനാണ് എന്നുള്ള പരിഗണനയുണ്ട്. കാരണം പുള്ളിക്ക് ആ ഒരു വരുമാനം ഇല്ലെങ്കിൽ വേറെ വരുമാനം നിലവിൽ കിട്ടുന്നുള്ള കാര്യം സംശയം. കാരണം പ്രൈവറ്റ് ബസ്സിൽ കൂടുന്ന സമയത്ത് നിരവധി കേസുകളും കാര്യങ്ങളെല്ലാം ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അതൊക്കെയല്ല ഒരു വശം. പക്ഷേ ഈ നടന്ന ഒരു ഇൻസിഡൻറ്റ് ആരിൻ്റെ ഭാഗത്താണോ തെറ്റ് അവർ ശിക്ഷ അനുഭവിക്കുക തന്നെ ചെയ്യണം.